വായിക്കാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ദയവായിട്ട് ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. വായിച്ച് അതിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായം 7-ാം വാക്യം. നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കാൻ ആശിക്കുന്നതും ആയ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാൻ ഇപ്പോൾ വിസ്താരത്തിൽ ആയിരിക്കുന്നത്. മതി. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. നിങ്ങളുടെ ബൈബിളിലേക്ക് തന്നെ നോക്കുക. നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കാൻ ആശിക്കുന്നതുമായ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിൽ ആയിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു വാക്കാണിത്. പൗലോസ് സുവിശേഷം പ്രസംഗിച്ചു എന്ന കാരണം കൊണ്ട് ആദിമ നൂറ്റാണ്ടിൽ അദ്ദേഹത്തെ യഹൂദന്മാർ റോമൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പിടിച്ചു കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അറസ്റ്റ് വരിച്ചിരിക്കുകയാണ്. ചില നാളുകളായി ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം കേസ് നേരിടുകയാണ്. അതിനിടയിൽ പലവട്ടം അദ്ദേഹത്തെ വിസ്താരത്തിനും വിചാരണയ്ക്കും വിളിച്ചു. അന്നത്തെ രാജാവായിരിക്കുന്ന അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിലാണ് വിസ്താരം കഴിക്കുന്നത്. അന്നത്തെ ഗവർണറായിരിക്കുന്ന ഫെസ്തോസ് അദ്ദേഹമാണ് കേസിൻ്റെ നടത്തിപ്പുകാരൻ. ഫെസ്തോസും അഗ്രിപ്പാവും യഹൂദന്മാരായിരിക്കുന്ന ഒരു വലിയ സദസ്സ് പൗലോസ് വലിയ വലിയ കുറ്റങ്ങൾ മതപരമായി ചെയ്യുന്നു എന്ന ആരോപണത്തിൻ്റെ വെളിച്ചത്തിൽ പൗലോസിനെ അറസ്റ്റ് ചെയ്ത കേസ് വാദിക്കുകയാണ്. യഹൂദന്മാരുടെ പക്ഷത്ത് നിന്ന് ശക്തനായിരിക്കുന്നൊരു വക്കീലുണ്ട്. അദ്ദേഹമാണ് യഹൂദന്മാർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് കേസിൻ്റെ നടത്തിപ്പ് നയിക്കുന്നത്. പ്രതിയായി അവർ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന പൗലോസിന് വക്കീലില്ല. താൻ തന്നെയാണ് കേസ് കോടതി സമക്ഷം ബോധിപ്പിക്കുന്നത്. അപ്പോൾ ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിച്ച് ഒരു കേസ് വിജയിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്ത് യഹൂദന്മാർ കോടതി സമക്ഷം കേസിൻ്റെ ദിവസത്തിൽ ശക്തമായി വാദത്തിന് തയ്യാറായി വന്നിരിക്കുമ്പോൾ അഗ്രിപ്പ രാജാവ് തൻ്റെ ഭാഗം പറയാൻ വേണ്ടി, അഥവാ പ്രതി എന്ന് അവർ അവകാശപ്പെടുന്ന പൗലോസിൻ്റെ ഭാഗം പറയാൻ വേണ്ടി ആദ്യം അവസരം കൊടുക്കുകയാണ്. താങ്കൾക്ക് എന്താ പറയാനുള്ളത് എന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുക്കുകയാണ്. 26-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ 26-ന്റെ 1 വായിക്കുമ്പോൾ കാണുന്നു, അഗ്രിപ്പാവ് പൗലോസിനോട് നിന്റെ കാര്യം പറയുവാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് കൈനീട്ടി പ്രതിപാദിച്ചതെന്തെന്നാൽ, അഗ്രിപ്പ രാജാവേ, യഹൂദന്മാർ എൻ്റെ മേൽ ചുമത്തുന്ന എല്ലാ കുറ്റങ്ങളെയും കുറിച്ച് ഇന്ന് തിരുമുമ്പാകെ പ്രതിപാദിപ്പാൻ ഇടവന്നതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് താൻ തൻ്റെ ഭാഗം വിസ്തരിക്കുകയാണ്. സ്തോത്രം. ആ വിസ്താരണം അല്ലെങ്കിൽ തൻ്റെ ഭാഗം, താൻ എന്തുകൊണ്ടാണ് ഇന്ന് ഈ ചങ്ങല ധരിക്കേണ്ടി വന്നത്, താൻ എന്തുകൊണ്ടാണ് ഇന്നൊരു പ്രതിയായി ഇവിടെ നിൽക്കേണ്ടി വന്നത് എന്ന ഭാഗം വക്കീലില്ലാതെ തന്നെത്താൻ കോടതി മുമ്പാകെ ബോധിപ്പിക്കുകയാണ്. അതിൻ്റെ നീണ്ട ഒരു ചരിത്രം അദ്ദേഹം അവിടെ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ നയം 26-ാം അധ്യായത്തിൽ ആദിയോടന്തം കാണാൻ കഴിയും. ദൈവമക്കളായി നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ വിഷയാസ്പദമായി വായിക്കണമെന്ന് ബൈബിളിനെ സ്നേഹിക്കുന്ന ഞാൻ നിങ്ങളെ ശുപാർശ ചെയ്യുകയാണ്. നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഭാഗങ്ങൾ മാത്രം വായിക്കാതെ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് പലപ്പോഴും നമ്മളെ ഇതുപോലെ ഏതെങ്കിലും വിസ്താരവേളയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടൊക്കെ നിർത്തുമ്പോൾ ആ വേളയെല്ലാം ഇന്നലകളിലെ ഭക്തന്മാരെ ദൈവം എങ്ങനെ സഹായിച്ചു എന്നറിയണമെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. എങ്ങനെ ബഹുമാന പുരസ്സരം സ്തോത്രം നമ്മുടെ ഭാഗം ആരും നമുക്ക് പിന്തുണയില്ലെങ്കിലും, പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ 1-ാം പ്രതിവാദത്തിൽ എന്നെ ആരും തുണച്ചില്ല, ജാമ്യമെടുക്കാൻ ആരുമില്ല, എൻ്റെ ഭാഗത്ത് നിൽക്കാൻ ആരുമില്ല, എൻ്റെ കൂടെ ഈ കേസിൻ്റെ സമയത്ത് കോടതി വളപ്പ് വരെ വരാൻ പോലും ആരുമില്ല. ഭയപ്പെട്ടെല്ലാവരും മാറി നിൽക്കുമ്പോൾ കർത്താവ് എന്നെ തുണച്ചു. സ്തോത്രം. പറയേണ്ട വാക്കുകൾ പറയേണ്ട സമയത്ത് തരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് ആ സമയത്ത് പറയേണ്ടതുപോലെയൊക്കെ പറയാൻ സഹായിച്ചു. ഇന്ന് രാത്രിയിൽ ഞാൻ ആരോടോ പറയുന്നു, ഈ ദൈവത്തെ വിശ്വസിക്കുന്നവർ ഭാഗ്യമുള്ളവരാണ്.
കാരണം അവരുടെ കൂടെ നിൽക്കാൻ ആരുമില്ലെങ്കിലും അദൃശ്യനാണെങ്കിലും ദൈവം കൂടെ നിൽക്കും. സത്യം സത്യമായി വെളിപ്പെടുത്താൻ കരുത്തുള്ളൊരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. യേശുക്രിസ്തു താൻ ഇതുപോലെ ഒറ്റപ്പെട്ട് തൻ പ്രതിക്കൂട്ടിനകത്ത് നിന്ന് വിസ്തരിക്കപ്പെടുന്ന സമയത്ത് പീലാത്തോസിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഇവിടെ വന്നത് സത്യത്തിന് സാക്ഷി നിൽക്കാനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും സ്വന്തം ഭവനത്തിലോ ദേശത്തിലോ കൂട്ടുകുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പശ്ചാത്തലത്തിലോ നിങ്ങളെ തന്നെ തെളിയിക്കാൻ പറ്റാതെ ആരും കൂടെ നിൽക്കാതെ തെറ്റിദ്ധരിക്കപ്പെട്ടും ഒറ്റപ്പെട്ടും നിൽക്കുന്നെങ്കിൽ ഞാൻ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട ഒരുവനുണ്ട്. സാക്ഷാത് ദൈവമായി ഭൂമിയിൽ വന്നവൻ കർത്താവായ യേശു. അവൻ സത്യത്തിന് സാക്ഷി നിൽക്കാൻ വന്നവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ സത്യത്തിന് സാക്ഷി നിൽക്കാൻ ആരുടെ കൂടെയും കർത്താവ് വരാൻ തയ്യാറാണ്. സ്തോത്രം. അങ്ങനെ കർത്താവ് സ്തോത്രം ദൈവത്തിൻ്റെ കൃപയാൽ പൗലോസിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തൻ്റെ ഭാഗം വിസ്തരിച്ച് അഗ്രിപ്പാവിൻ്റെയും സ്തോത്രം ഫെസ്തോസിൻ്റെ മുമ്പിൽ വിശദീകരിക്കുന്ന വേളയിൽ താൻ പറഞ്ഞ ഈ ഭാഗത്തെ ഏറ്റവും മാർമികമായ ആത്മീകമായിരിക്കുന്നൊരു വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ചങ്ങല ധരിക്കേണ്ടി വന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. അതാണ് കുന്നത്തുകാലിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചു. ഞാൻ ഈ കാര്യത്തിന് വേണ്ടി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ വേറൊന്നും പറയണ്ട, ഇത് പറഞ്ഞാൽ മതി എന്ന് പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചതുകൊണ്ട് ഞാൻ കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് ആ വാക്യം വായിച്ച് നിൽക്കുകയാണ്. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയാണ് ബാക്കിയുള്ള എൻ്റെ ബലം. ആരോടൊക്കെയോ ദൈവത്തിന് ഇന്ന് രാത്രി സത്യം ബോധിപ്പിക്കാനുണ്ട്. ആ സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ ഇവിടെ ഒരു കൂട്ടം ആളുകളെ ദൈവം കണ്ടിട്ടുണ്ട് എന്ന വിചാരത്തോടെ ഈ സന്ദേശത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരുത്താം. 7-ാം വാക്യം ആരാധന എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. എന്തിനാണ് കോടതിയിൽ ആരാധന എന്ന വിഷയത്തെക്കുറിച്ച് പറയുന്നത്? മറ്റൊരു വിഷയത്തെ സംബന്ധിച്ച് ഇവിടെ പ്രശ്നമില്ല. പൗലോസ് മോഷ്ടിച്ചിട്ട് വന്നതല്ല. പൗലോസ് സ്തോത്രം കഞ്ചാവോ മയക്കുമരുന്നോ വിറ്റതിൻ്റെ പേരിൽ വന്നതല്ല. പൗലോസ് ഒരു വഴക്ക് കേസിലോ ഗുണ്ടായുസോ നടത്തിയിട്ട് വന്നതല്ല. പൗലോസിന് വിരോധമായി വന്നിരിക്കുന്ന പ്രശ്നം ഒറ്റ പ്രശ്നമുള്ളൂ, ആരാധന സംബന്ധമായ വിഷയമാണ്. സ്തോത്രം. ലോക ചരിത്രത്തിലെ ആദ്യത്തെ പ്രശ്നം ആരംഭിച്ചതും ആരാധന സംബന്ധമായ വിഷയമാണ്. നിങ്ങൾക്കറിയാലോ, കായീനും ഹാബേലും സ്തോത്രം അവിടെ ആരാധന സംബന്ധമായൊരു വിഷയത്തിലാണ് ആരംഭിച്ചത്. ഇന്നും ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ കിടലമായിരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം എന്നെ കേൾക്കുന്ന മനസാക്ഷി മരവിക്കാത്ത ദൈവമക്കൾ അറിയണം, ആരാധന സംബന്ധമാണ് സകല വിഷയങ്ങളുടെയും സകല പ്രശ്നങ്ങളുടെയും കാര്യം. അതുകൊണ്ട് തന്നെ കോടതിക്കകത്ത് പൗലോസ് തൻ്റെ ഭാഗം പറയുമ്പോൾ ആരാധന സംബന്ധമായ കാര്യം അധികാരികളെ ബോധിപ്പിക്കുകയാണ്. സ്തോത്രം. എന്താണ് ആരാധന സംബന്ധമായിട്ട് അദ്ദേഹം ഇവിടെ പറഞ്ഞത് എന്നതിനേക്കാൾ അപ്പുറം ഈ വാക്യത്തിലൂടെ ഇന്ന് നമുക്ക് വേണ്ട ദൂതിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആരാധന സംബന്ധമായ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വാക്യത്തിനകത്ത് ധന്യനായ പൗലോസ് സ്തോത്രം ഇവിടെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ആ 4 കാര്യങ്ങൾ എനിക്ക് ലഭിക്കുന്ന പ്രകാശനത്തിന് തക്കവണ്ണം പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ സന്ദേശം തീരും. ആ സമയത്ത് ഞാൻ പ്രസംഗം അവസാനിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വാക്യത്തിനകത്ത് ആരാധന സംബന്ധമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തത്, എഴുതുന്നവരോ ശ്രദ്ധിക്കുന്നവരോ പഠിക്കുന്നവരോ ഉണ്ടെങ്കിൽ ആദ്യത്തത് ആരാധന സംബന്ധമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഒന്നാമത്തെ കാര്യം, ഈ ലോകത്തിൽ എല്ലാവരും ആരെങ്കിലും ആരാധിക്കുന്നവരാണ്. സ്തോത്രം. ഏത് മനുഷ്യനും, നിരീശ്വരൻ പോലും സ്തോത്രം തൻ്റെ ആദർശങ്ങളെ ആരാധിക്കുന്നുണ്ടെന്നാണ് സ്തോത്രം പൊതുവിൽ പറയപ്പെടുന്നത്. സ്തോത്രം. ശാസ്ത്രിമാരും ജ്ഞാനികളും ഒക്കെ ആരാധിക്കുന്നവരാണ്. സ്തോത്രം. ആരാധന മനുഷ്യൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് സ്തോത്രം ലളിതമാകും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വിശദീകരിക്കാം. 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഈ വാക്യത്തിൽ അന്തർലീനമായിരിക്കുന്നത് ആര് ആരാധിക്കണം. ഒന്നാമത്തത് ആരാധിക്കണം. സ്തോത്രം. ആരാധിക്കണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് എഴുതിയിരിക്കുന്നത്? നമ്മുടെ 12 ഗോത്രങ്ങളും ആരാധിക്കുന്ന. അപ്പോൾ ഈ വാക്യത്തിനകത്ത് ആരാധിക്കുന്നു അല്ലെങ്കിൽ ആരാധിക്കണം എന്നൊരു ചോദ്യം വരുവാണെങ്കിൽ അതിന് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ആരാധിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞൊരു ഗുമ്മുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോടതിയിലല്ലേ പറയുന്നത്, ഇതുപോലത്തെ സഭയിലൊന്നും അല്ലല്ലോ. കോടതി പറയുമ്പോൾ അയ്യോ നമ്മളെല്ലാവരും ആരാധിക്കണമെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ രാജാവിന് ഇഷ്ടപ്പെട്ടേനെ. പക്ഷെ പൗലോസ് അങ്ങനെയല്ല പറഞ്ഞത്.
നമ്മുടെ 12 ഗോത്രങ്ങൾ ആരാധിക്കുന്ന സ്തോത്രം. ഞാൻ വിശദീകരിക്കാം, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പം ആരാധിക്കണം എന്നത് ഈ വാക്യത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ മറുപടി 12 ഗോത്രങ്ങൾ ആരാധിക്കുന്ന. രണ്ടാമത്തത് സ്തോത്രം, എപ്പോഴൊക്കെ ആരാധിക്കണം, അത് ഈ വാക്യത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. എപ്പോഴൊക്കെ ആരാധിക്കണം? അയ്യോ, നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ ദൈവം. താഴെ നിന്ന് പ്രസംഗിച്ചാൽ മതിയായിരുന്നു, ആളുകൾ തലയെങ്കിലും ആട്ടിയാനെ. സ്തോത്രം. എപ്പോഴാരാധിക്കണം അവിടെ? അപ്പം അറിയാം. പിന്നെ ഞങ്ങളുടെ പാസ് ഇയാളെ വിളിച്ചത് കൊണ്ട് മേസരി മെയ്ക്കാട്ടും ഒക്കെ ഇയാൾ തന്നെ അയക്കൂ, അങ്ങനെ ഒരു മനോഭാവമാണോ? ചാന്തും കൂട്ടി കട്ടയും ചുമ്മി ഞാൻ തന്നെ കെട്ടിയിട്ട് തച്ചും മേടിച്ചുകൊണ്ട് പോകാൻ വന്നതല്ല. നിങ്ങളോട് എന്നെ സഹായിക്കുകയാണെങ്കിൽ സമയത്തിനുള്ളിൽ ഈ സംഭവം വേഗത്തിൽ തീർക്കാം. സ്തോത്രം, മനസ്സിലായല്ലോ? അപ്പോൾ സ്തോത്രം, ഇച്ചിരൂടെ സന്തോഷത്തോടെ കാര്യം. ഇപ്പം രണ്ടാമത്തെ കാര്യം, എപ്പോഴൊക്കെ ആരാധിക്കണം എന്ന ചോദ്യത്തിന് മറുപടി ഇട്ടിരിക്കുന്നത് ഞായറാഴ്ചയല്ല, വെള്ളിയാഴ്ചയല്ല, ആണ്ടിലൊരിക്കലല്ല, പ്രത്യേക സീസണിലല്ല. യഥാർത്ഥ ആരാധനക്കാരൻ ആരാധിക്കേണ്ടത് രാപ്പകൽ ആരാധിക്കണം. രാപ്പകൽ ആരാധിക്കുന്നൊരു കൂട്ടർ ഈ ലോകത്തിലുണ്ടോ? രാപ്പകൽ ആരാധന സ്വീകരിക്കുന്നൊരു ദൈവമുണ്ടോ? സ്തോത്രം. അതെയോ ഒരു സീസണിൽ മാത്രമാണോ സാക്ഷാൽ ദൈവം ആരാധന സ്വീകരിക്കുന്നത്? ഇതൊക്കെ ഒരു 3-4 ദിവസം നിന്ന് സ്തോത്രം പൊതുജന സമക്ഷം മനസ്സിലാക്കി തരേണ്ട വിഷയമാണെന്നറിയാം. പക്ഷേ ഈ സമയത്തിനുള്ളിൽ ഞാൻ വേഗത്തിൽ കാര്യങ്ങളുടെ സമയക്ലിപ്തതയ്ക്കകത്ത് പ്രധാന കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടി ശ്രമിക്കാം. രണ്ടാമത്തെ കാര്യം, രാപ്പകൽ ആരാധിക്കുന്നത്. സ്തോത്രം. 3, എങ്ങനെ ആരാധിക്കണം? എങ്ങനെ ആരാധിക്കണം? സ്തോത്രം. ഞാൻ ഓർത്ത് നിങ്ങൾ പെട്ടെന്ന് പ്രസംഗികരാക്കാന്ന്. ഒരു 5-6 കൊല്ലം കൊടുക്കുക നിങ്ങൾ പ്രസംഗികരാവണമെങ്കിൽ. കാരണം വേദോസം വായിക്കുമ്പോൾ തന്നെ നമുക്കതിനകത്തെ പിരിവുകൾ പിടികിട്ടണം. അവന് പ്രസംഗം ഉണ്ടാക്കാൻ എളുപ്പമാണ്. മൂന്നാമത്തെ കാര്യം, എങ്ങനെ ആരാധിക്കണം? ആരൊക്കെ 1-2 പേര് പറഞ്ഞു എങ്ങനെ എഴുതിയിരിക്കുന്നേ? ശ്രദ്ധയോടെ ആരാധിക്കണം. ചില കാര്യങ്ങൾ ഈ ലോകത്തിൽ വളരെ ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ അപകടമാണ്. മനസ്സിലായോ? ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ലാഘവത്തോടെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, വളരെ ശ്രദ്ധയോടെ. സ്തോത്രം. ആരാധന എന്ന വിഷയം ഓടിപ്പോകുന്ന വഴിക്ക് എറിഞ്ഞിട്ട് കൊടുത്തിട്ട് പോകുന്നതല്ല, വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. സ്തോത്രം. ആരാധിക്കുന്നവരായിരിക്കുന്ന, സർവേശ്വരനെ ആരാധിക്കാൻ മനസ്സുള്ളവരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് സത്യസന്ധമായിരിക്കുന്ന ആരാധനയുടെ മനോഭാവങ്ങൾ തുറന്നു വയ്ക്കുക. നിങ്ങൾ സാക്ഷാൽ ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ ലാഘവത്തോടെ ആയിരിക്കരുത്. അതൊരു തമാശ രൂപേണ ആയിരിക്കരുത്. അതൊരു ചടങ്ങ് പോലെ ആയിരിക്കരുത്. ദൈവം ആഗ്രഹിക്കുന്നു ആരാധിക്കുന്നത് ശ്രദ്ധയോടെ ആരാധിക്കണം. നാലാമത്തെ കാര്യം, എന്തിനാരാധിക്കണം? എന്തിനാരാധിക്കണം? നാലാമത്തെ കാര്യത്തിന് അതവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിനാ ആരാധിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതായ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ. അപ്പൊ ആ വാക്യത്തിൽ നിന്ന് ഞാൻ പറയാം, പൗലോസ് പറഞ്ഞിരിക്കുന്ന വാക്യത്തിൽ നിന്ന് പറയാം എന്തിനാണ് ആരാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പല വാക്യങ്ങൾ എടുത്താൽ ഒരു പുസ്തകം എഴുതാനുള്ള ആശയം കിട്ടും. പക്ഷെ ഞാനങ്ങനെ ഒരു പുസ്തകം മുഴുവൻ എഴുതാൻ വന്നയാളല്ലല്ലോ. ഒരു രാത്രിയിലെ അല്പസമയം ഒരു വാക്യം മാത്രം എടുത്ത് പ്രസംഗിക്കാൻ വന്നതുകൊണ്ട്, ഈ വാക്യത്തിൽ തന്നെ നിന്ന് പ്രസംഗിക്കണമെന്നൊരു സ്വഭാവം എനിക്കുള്ളത് കൊണ്ട് ബാക്കി വിഷയത്തിലേക്ക് പോകുന്നില്ല. ഈ വാക്യത്തിൽ തന്നെ നിന്നൊന്നു പറയാം. ഈ വാക്യത്തിൽ പൗലോസ് പറയുന്നു എന്തൊക്കെയോ എത്തിപ്പിടിക്കാനുണ്ട്. അപ്പൊ ആരാധിക്കുന്നവൻ എന്തിനാരാധിക്കുന്നു? സ്തോത്രം. ഒരടിമയെ പോലെ, ദാസനെ പോലെ ഈ ദൈവത്തിന്റെ മുമ്പിൽ വന്ന് വീണില്ലെങ്കിൽ നിന്റെ കാര്യം ഗതികേടിലാകുമെന്നും പറഞ്ഞ് കണ്ണുരുട്ടിക്കാട്ടി സ്വീകരിക്കാനിരിക്കുകയല്ല ഈ ദൈവം. പിന്നെയോ ആരാധിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കണം, ആരാധിക്കുന്നവൻ എന്തൊക്കെയോ എത്തിപ്പിടിക്കുകയാണ്. സ്തോത്ര. ഹല്ലേലൂയ. ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്തർലീനമായിരിക്കുന്ന ഒരു വാക്യമാണ് കോടതി സമുച്ചയത്തിന് മുമ്പിൽ വെച്ച് ഒരപ്രതീക്ഷിത സാഹചര്യത്തിൽ, ഒരുപക്ഷെ ചങ്കിടിക്കുന്ന വേളയിൽ ഈ കോടതിക്കകത്തുനിന്ന് വിധി വരുന്നത് എന്തായിരിക്കും പറയാൻ പറ്റില്ല. സ്തോത്രം. വിധി കാത്തു നിൽക്കുന്ന ഒരു പ്രതിയുടെ ഭാഗത്ത് നിൽക്കുന്ന പൗലോസ് ആരാധന സംബന്ധമായ 4 കാര്യങ്ങൾ വേദപുസ്തകത്തിൽ മറ്റെങ്ങും പറയാത്ത രീതിയിൽ ഇവിടെ വെച്ച് പറഞ്ഞു.
ഞാൻ അതിൽ നിന്നൊരു ദൂത് പറയാം ദൈവമക്കളോട്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു യഥാർത്ഥ അകത്ത് ദൈവമുള്ളൊരു ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ അകത്ത് നിന്ന് ദൈവിക ദൂതിൻ്റെ മർമ്മങ്ങൾ പുറത്തു വരാൻ ഇതുപോലത്തെ വിരിച്ചൊരുക്കിയൊരു ഹോള് വേണമെന്നോ ഇതുപോലത്തെ ഒരു മൈക്ക് വേണമെന്നൊന്നുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. നിന്നെ പിടിച്ചു നിർത്തി ഇല്ലാ കഥകൾ ചമച്ച് നിനക്ക് വിരോധമായി വാള് രാകുമ്പോഴും അതിനകത്തും ദൂത് തരാൻ കഴിവുള്ളവനാണ് സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഈ ദൈവത്തെ നാം തിരിച്ചറിയണം. ഈ ദൈവം മഹാനാണ്, ഈ ദൈവം ശക്തനാണ്, ഈ ദൈവം ബലവാനാണ്. സ്തോത്രം, ഹല്ലേലൂയ. 4 കാര്യങ്ങൾ അന്തർലീനമായിരിക്കുന്നു ആരാധന സംബന്ധിച്ച്. 1, ആരാധിക്കണം. 2, എപ്പോഴാരാധിക്കണം. 3, എങ്ങനെ ആരാധിക്കണം. 4, എന്തിനാരാധിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഓരോന്നും അല്പാൽപമായി പറയാം. ഇത് 4 രാത്രികൾ നിന്ന് പറഞ്ഞെങ്കിലേ എനിക്കൊരു തൃപ്തിയാവുകയുള്ളൂ. പക്ഷേ സ്തോത്രം, അത്രയും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സ്തോത്രം, ഞാൻ അല്പാൽപമായ കാര്യങ്ങളിൽ നിന്ന് പറഞ്ഞ് നിങ്ങളെ ഉറപ്പിച്ച് ഇനി സത്യദൈവത്തെ ആരാധിക്കാൻ എപ്പോഴൊരവസരം കിട്ടിയാലും ആരാധന ഇതുപോലായിരിക്കണം. ആരാധനയിൽ ദൈവപ്രസാദമുണ്ടാകണം. അതിനു വേണ്ടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുങ്ങണം. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളോട് ഞാൻ ഇതിനെക്കുറിച്ച് അഥവാ ഇത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിശ്ചയമായിട്ട് 4 കാര്യങ്ങൾ പറയാം. എന്നാൽ സ്തോത്രം, ഞാൻ ആ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ആരാധന ചിലപ്പോൾ വിമർശനാത്മകമായിരിക്കുന്നൊരു മനസ്സുണ്ടായേക്കാം. ആരാധന എത്തിപ്പിടിക്കാനാണോ എന്നൊക്കെ ചോദിക്കുന്ന മനസ്സ് കണ്ടേക്കാം. ഞാനല്ലല്ലോ, പൗലോസല്ലേ അവിടെ പറഞ്ഞത്. വ്യാഖ്യാനം ആവശ്യമില്ലല്ലോ. സ്തോത്രം, ഏത് ഭാഷകൾ നോക്കിയാലും അങ്ങനല്ലേ. എത്തിപ്പിടിക്കുക. ഏതൊക്കെയോ വാഗ്ദത്തങ്ങൾ കിടക്കുന്നുണ്ട്. ആ വാഗ്ദത്തങ്ങൾ എത്തിപ്പിടിക്കാൻ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിനായി ജീവിച്ച് ദൈവത്തെ ആരാധിച്ചാൽ ഈ ദൈവത്തെ ആരാധിക്കുന്നവൻ ചില വിഷയങ്ങൾ എത്തിപ്പിടിക്കുമെന്നുള്ളത് ഇതിനകത്തിരിക്കുന്ന നമ്മുടെ അനുഭവമാണ്. ഞാൻ അതിനൊരു തെളിവ് തന്നിട്ട് മറ്റേ 2 കാര്യങ്ങളിലേക്ക് പോകാം. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം, ആരാധിക്കുക എന്ന് പറയുന്നത് പാട്ടാണോ എന്ന് ചോദിച്ചാൽ പാട്ടല്ല, കൈയടിക്കുന്നതാണോ എന്ന് വെച്ചാൽ കൈയടിക്കുന്നതല്ല. സ്തോത്രം, പിന്നെ ഇതിനകത്ത് ഇതൊക്കെ ഉണ്ട്. ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ സ്തോത്രം തുടങ്ങുമ്പോൾ ഇതൊക്കെ ഉണ്ട്. ഞാനൊരു ഭാഗം നിങ്ങളെ ഓർപ്പിക്കാം. സംഖ്യാപുസ്തകത്തിലെയാണ്. സ്തോത്രം, സംഖ്യാപുസ്തകത്തിലെയാണ്. അതും ഇതുമായിട്ടൊന്ന് ജോയിൻ ചെയ്തിട്ട് അതെൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നു. എന്നിട്ട് ഞാൻ ഓർഡറിൽ സ്തോത്രം ആരാധിക്കുക എന്ന് പറഞ്ഞ് തുടങ്ങാൻ എൻ്റെ മനസ്സ് നിൽക്കുന്നത്. പക്ഷേ എൻ്റെ അകം വെമ്പൽ കൊള്ളുന്നൊരു വാക്കുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ ഒന്ന് ഉറപ്പിച്ചിട്ട്, ഒരു പക്ഷേ അവസാന സമയത്ത് എനിക്ക് അത്രയും ആ കാര്യങ്ങൾ പറയാൻ സമയം കിട്ടത്തില്ലായിരിക്കുമെന്ന് ദൈവം കണ്ടിട്ടായിരിക്കാം. സംഖ്യാപുസ്തകം 21:16-17. സംഖ്യാപുസ്തകം 21:16-17. ആ വാക്യങ്ങൾ നിങ്ങൾക്കൊന്ന് വായിക്കാൻ പറ്റുമോ? സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 16-17 എന്താ എഴുതിയിരിക്കുന്നത്? അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി. യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക. ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അതുതന്നെ. ആ സമയത്ത് ഇസ്രായേൽ കിണറെ പൊങ്ങിവ അതിന് പാടുവി. പ്രഭുക്കന്മാർ കുഴിച്ച കിണർ ജനശ്രേഷ്ഠന്മാർ ചെങ്കോല് കൊണ്ടും തങ്ങളുടെ ദണ്ഡുകൾ കൊണ്ടും കുത്തിയ കിണർ എന്നുള്ള പാട്ടുപാടി. സ്തോത്രം, മതി. അത് അങ്ങനെ വായിക്കുമ്പോൾ നമുക്കതൊരു എന്താ പറയുക, സ്തോത്രം, ഒരു പരന്ന വായനയിൽ അങ്ങ് വായിച്ചു വിടാന്നുള്ളതേ ഉള്ളൂ. ആ സംഭവത്തെ നിങ്ങളുടെ മനസ്സിലൊന്ന് കാണണം. സ്തോത്രം, സംഭവത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആരാധിക്കുന്നവൻ ചിലത് എത്തിപ്പിടിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ചില വാഗ്ദത്തങ്ങൾ, ചില കാര്യങ്ങൾ ദൈവം പറഞ്ഞത് എത്തിപ്പിടിക്കും. ഞാൻ അത് പറയാനാ ആദ്യം എൻ്റെ മനസ്സ് നിർബന്ധിക്കുന്നത്. സ്തോത്രം, കേട്ടോളണേ. ആ വാക്ക്, ആ സംഭവം നിങ്ങൾ നോക്കി. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പെസഹ കുഞ്ഞാടിൻ്റെ ചോരത്തളിയും പെസഹ ആചരണവും നിമിത്തം സ്തോത്രം ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് 6 ലക്ഷം പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന ഏകദേശം 25 ലക്ഷം ആളുകൾ, ശ്രദ്ധിച്ചെന്നെ കേൾക്കണേ, 25 ലക്ഷം ആളുകൾ ഒന്നിച്ച് ചെങ്കടൽ കയറി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്.
മധ്യപൂർവ്വ ദേശത്തിലെ 40 വർഷം കൊണ്ട്, മധ്യപൂർവ്വ ദേശത്ത് 40 വർഷം കൊണ്ട് 42 പരം സ്ഥലങ്ങളിൽ പാളയമടിച്ചിട്ടാണ് അവർ സ്തോത്രം കനാനിലേക്ക് എത്തിച്ചേരുന്നത്. കനാനിലേക്കുള്ള യാത്രയിലാണ്, സുദീർഘമായ യാത്രയിൽ സംഭവബഹുലമായിരിക്കുന്ന, സുഖദുഃഖ സമ്മിശ്രമായിരിക്കുന്ന ഒട്ടനവധി സംഭവങ്ങളുടെ ചരിത്രം സ്തോത്രം ആ യാത്രയിൽ സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ പോകുമ്പോൾ ബേര് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ബേര് എന്ന് പറയുന്ന ആ സ്ഥലം ബേർഷേബ എന്ന് പഴയ ഭാഗത്ത് എഴുതിയിരിക്കുന്നതാണെന്ന് പറയപ്പെടുന്നു. സ്തോത്രം അവിടെ എത്തിയപ്പോൾ ദൈവം പെട്ടെന്ന് ആളുകളെ നയിക്കുന്ന മോശ എന്ന നായകനോട് പറയുകയാണ്, മോശ ജനത്തോട് നിൽക്കാൻ പറ. സ്തോത്രം മോശ കാതോർത്തു. സ്തോത്രം നിൽക്കാൻ പറയാൻ പറഞ്ഞു. നിൽക്കുമ്പോൾ സ്തോത്രം മോശയോട് ദൈവം പറഞ്ഞ വാക്കിതാണ്, ജനത്തിന് കുടിപ്പാൻ വെള്ളം കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞ കിണർ ഇവിടെയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. സ്തോത്രം, ഹല്ലേലൂയ. അതൊരു പ്രവചന വാക്കായിട്ട് ഞാൻ ഈ സഭയ്ക്കോ ഇന്നത്തെ സന്ദേശം കേൾക്കുന്നവർക്കോ വേണ്ടി പറയുകയാണ്. സ്തോത്രം, കേൾക്കണം. ഈ സന്ദേശത്തിൽ വാസ്തവത്തിൽ ഞാൻ ഈ പറയുന്നത് ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ എൻ്റെ മനസ്സ്, ഞാൻ പാസ്റ്ററുടെ ഓഫീസ് റൂമിൽ ഇരിക്കുമ്പോൾ ഈ വാക്യം പെട്ടെന്ന് ബൈബിൾ എൻ്റെ ഹൃദയത്തിൽ തെളിയിച്ചു തന്നതുകൊണ്ട് നോക്കി ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എൻ്റെ പ്രസംഗത്തിൻ്റെ ഓർഡർ തെറ്റിച്ച് ഈ വിഷയത്തിലേക്ക്, അതുകൊണ്ട് അത്ര ഗൗരവത്തോടെ കേട്ടോളണം. ദൈവം പറഞ്ഞു, ജനത്തിന് കുടിക്കാൻ വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞ കിണർ ഇതാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അവർ വെള്ളം ഒരു പ്രശ്നമായിരുന്നു. സ്തോത്രം, ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ, എപ്പോഴും മരുഭൂമി യാത്രയിൽ വെള്ളം ഒരു പ്രശ്നം തന്നെയാണ്. സ്തോത്രം, അവർക്ക് വെള്ളത്തെ ചൊല്ലി പല പ്രാവശ്യം പ്രശ്നങ്ങളുണ്ടായി. വെള്ളത്തിൻ്റെ അടുക്കൽ വെച്ചുള്ള പ്രശ്നമാണ് മോശയ്ക്ക് ഒരു കണക്കിന് പറഞ്ഞാൽ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു കലഹജലത്തിങ്കൽ വെച്ച് ഉണ്ടായ അനുസരണക്കേടാണ് കനാനിലേക്ക് അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായി. പക്ഷെ ഇവിടെ ബേരിൽ വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുന്നു, സ്തോത്രം, സ്വർഗത്തിലെ ദൈവം പറയുന്നു, ജനത്തിന് കുടിക്കാൻ വെള്ളം കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞ കിണർ ഇവിടെയാണ്. ഉടനെ മോശ ജനത്തോട് പറഞ്ഞു, നിക്ക്. ദൈവം എന്നോട് പറയുന്നു, ജനത്തിന് കുടിക്കാൻ വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞ കിണർ ഇവിടെ ഉണ്ടെന്ന് ദൈവം പറയുന്നു. സ്തോത്രം. എല്ലാവരും നിന്നിട്ട് ചുറ്റുവട്ടത്ത് മുഴുവൻ നോക്കി, കിണർ കാണാനില്ല. സ്തോത്രം. അവിടെ മുഴുവൻ നോക്കിയപ്പോൾ കിണർ കാണാനില്ല. മോശ ചുറ്റുവട്ടത്തെല്ലാ ആളുകളെ പറഞ്ഞയച്ച്, പ്രഭുക്കന്മാരെ പറഞ്ഞയച്ച് നോക്കി. ദൈവം പറഞ്ഞു, നമുക്ക് കുടിക്കാൻ വെള്ളം കരുതി വെച്ചിരിക്കുന്ന കിണർ ഇവിടെ ഉണ്ടെന്ന്. സ്തോത്രം. പക്ഷെ നോക്കിയിട്ട് കാണുന്നില്ല. നോക്കിയിട്ട് കാണാതെയാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ പറഞ്ഞ് അച്ചായനെ തോന്നിയതായിരിക്കും, സ്തോത്രം, അങ്ങനെയുള്ളതാണെങ്കിൽ കാണേണ്ടതല്ലേ, കിണർ തന്നെ സ്തോത്രം കരിയിലയുടെ അടി കിടക്കുകയാണോ, കിണറുണ്ടെങ്കിൽ കാണേണ്ടതല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ ദൈവത്തെ അറിയാവുന്ന മോശ വിടാൻ തയ്യാറല്ല. മോശ പറഞ്ഞു, ദൈവം പോഷ്കു പറയില്ല. അവിടെ അങ്ങനെ എഴുതിയിട്ടില്ല, പക്ഷെ ആ രംഗം നിങ്ങൾ മനസ്സിൽ കാണണം. ദൈവം പോഷ്കു പറയില്ല. ദൈവം ഇവിടെ കുടിക്കാൻ ഉള്ള വെള്ളം തരുന്ന കിണറുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയോ കിണറുണ്ട്. പക്ഷെ നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല കിണർ എവിടെയുണ്ട്. സ്തോത്രം. കുറച്ചു നേരം നോക്കിയിട്ട് കാണാതെയായപ്പോൾ മോശ, അന്നാ പോണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ് പോകുകയല്ലായിരുന്നു. ദൈവം പറഞ്ഞ വാഗ്ദത്തം, ദൈവം പറഞ്ഞ വാക്ക് അതിവിടെ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അനുഭവിക്കണം. അതുകൊണ്ട് അവരൊരു കാര്യം ചെയ്തു. സ്തോത്രം, ഹല്ലേലൂയ. എന്ത് ചെയ്തു? ഒരു കിണറങ്ങ് കുത്തിയാക്കാന്ന് വെക്കുകയല്ല ചെയ്തത്. അവരെല്ലാവരും കൂടി ഒരു പാട്ട് പാടാൻ തുടങ്ങുകയാണ്. എന്താ പാട്ട്? കിണറേ പൊങ്ങിവാ, കിണറേ പൊങ്ങിവാ എന്നുള്ള പാട്ട് പാടാൻ തുടങ്ങുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. പ്രഭുക്കന്മാർ രാജദണ്ഡ് കൊണ്ട് കുത്തിയ കിണറേ പൊങ്ങിവാ, സ്തോത്രം എന്ന പാട്ട് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം. സ്വർഗത്തിലെ ദൈവം പോഷ്ക് പറയുന്നവനല്ല. നിന്നോട് ഈ പട്ടണത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്ന് രാത്രി കണ്ണിന് മറഞ്ഞിരിക്കുന്നെങ്കിൽ, സ്തോത്രം, നിന്റെ വാഗ്ദത്തങ്ങൾ നീ എത്തിപ്പിടിക്കണം. ആത്മാവിൽ ആരാധിച്ചും ദൈവത്തിന് സ്തോത്രം ചെയ്തു, ദൈവത്തെ പുകഴ്ത്തിയും
കർത്താവിന് പാടിയോ സ്വർഗം പറഞ്ഞ കാര്യം എത്തിപ്പിടിക്കാൻ ഇന്ന് രാത്രി ഇവിടെ ചിലർ തയ്യാറായാൽ ഞാൻ ആത്മാവിൽ പറയാം, ദൈവം പോഷ്കു പറയില്ല. ഇവിടെ ആയിരങ്ങൾക്ക് കുടിക്കാനുള്ള കിണർ സ്വർഗം ഇവിടെ മറച്ചു വെച്ചിട്ടുണ്ട്. അത് പൊങ്ങി വരണം. ആത്മീക ഭാഷ മനസ്സിലാകുന്നുണ്ടല്ലോ, ആത്മീക ഭാഷ മനസ്സിലാകുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം സ്വർഗം സഭയോട് പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ദൈവം പറഞ്ഞ കിണർ ഇവിടെ ഉണ്ട്. ആ കിണർ പൊങ്ങി വരണം. എവിടെയോ മറിഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ആ കിണറിന്റെ പ്രത്യേകത പറഞ്ഞിരിക്കുന്ന കണ്ടോ? കിണർ ചുമ്മാ ഉണ്ടായതല്ല. ഭൂമി കുലുക്കം കൊണ്ട് കിണറുണ്ടാകില്ല, കലാമച്ചികൾ കൊണ്ട് കിണറുണ്ടാകില്ല, ഉരുള് പൊട്ടിയ കിണറുണ്ടാകില്ല. കിണർ എങ്ങനെ ഉണ്ടാകുന്നത്? അയ്യോ, ചന്ദ്രനിൽ നിന്ന് വന്നവരാണ് നിങ്ങളല്ല, ഞങ്ങൾ കിണർ കണ്ടിട്ടില്ലെന്നാണ്. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ കിണറുണ്ടായേ? ഉരുള് പൊട്ടി വന്നാണോ? അല്ല, പിന്നെങ്ങനെ? കിണർ മേടിച്ച് മുറ്റത്ത് വെച്ചാണോ? അല്ല, പിന്നെങ്ങനെ? അവിടെ എഴുതിയിരിക്കുന്നു കിണർ കുത്തിയതാണ്. അങ്ങനെയല്ലേ ആ വാക്ക്? കിണർ തന്നെ ഉണ്ടാവില്ല സാറേ. ഇവിടെ പല സ്രോതസ്സുണ്ട്. കടല് ആരെങ്കിലും കുത്തി ഉണ്ടാക്കിയതാണോ? JCB കൊണ്ട് മണ്ണ് മാന്തി ഉണ്ടാക്കിയതാണോ? അല്ല. സ്തോത്രം. സമുദ്രം അങ്ങനെ ഉണ്ടായതല്ല. ആറും നദികളും ആരെങ്കിലും കുത്തി ഉണ്ടാക്കിയതാണോ? അല്ല. ഏതോ മലയിൽ നിന്ന് ഊറി ഒഴുകിയ വെള്ളം തോടായി, അത് വിശാലമായി, പല ഉറവകൾ സംയോജിച്ചു, അങ്ങനെ കുത്തി ഒഴുകി സ്തോത്രം ആറായി മാറിയതാ. തടാകങ്ങളും കുളങ്ങളൊക്കെ ഏതെങ്കിലും വിധത്തിൽ ഇവിടെ ഉണ്ടായതാണ്. പക്ഷെ കിണറിൻ്റെ പ്രത്യേകത, അതാരെങ്കിലും മെനക്കെടണം. മനസ്സിലായോ? ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന രാജദണ്ഡ് കൊണ്ട് പ്രഭുക്കന്മാർ കുത്തി കുത്തി ഉണ്ടാക്കിയതാണ് കിണർ. സ്തോത്രം, ഹല്ലേലൂയ. ഇതിനെല്ലാം വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതിനെല്ലാം വ്യാഖ്യാനങ്ങളുണ്ട് ദൈവമക്കളെ, ഇതിനെല്ലാം വ്യാഖ്യാനങ്ങളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ പറയാം, സമുദ്രത്തിൻ്റെ വ്യാഖ്യാനം, വേദപുസ്തകത്തിൻ്റെ ഭാഷ, സമുദ്രത്തിൽ നിന്നൊരു മൃഗം കയറി വരുന്നത് ഞാൻ കണ്ടു എന്ന് ബൈബിളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? സ്തോത്രം. വായിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? അറേബ്യൻ കടലിൽ നിന്നോ അല്ലെങ്കിൽ പടിഞ്ഞാറൻ കടലിൽ നിന്നോ ഒരു മൃഗം കയറി വരുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. സമുദ്രം എന്ന് പറയുന്നത് ഈ ലോകത്തെ വ്യാഖ്യാനിക്കുന്നതാണ്. സ്തോത്രം. ജനസമുദായ കടൽ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുള്ള ലോകത്തെ ബൈബിൾ വിളിക്കുന്ന ഭാഷയാണ് കടൽ. സമുദ്രം. സമുദ്രത്തിൽ നിന്നൊരു മൃഗം കയറി വരുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് എൻ്റെ ദൈവം ഇവിടെ വന്നത് ലോകത്തിൽ നിന്ന് വന്നവനല്ല, അവൻ ഉയരത്തിൽ നിന്ന് വന്നവനാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, ഈ സമുദ്രത്തിൽ നിന്ന് ഒരുവൻ കയറി വരുന്നു എന്ന് പറയുന്നത് ലോകത്തിൽ നിന്ന് കയറി വരുന്നതാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ആറ് നദിയൊക്കെ മതങ്ങൾക്കും സമുദായങ്ങൾക്കൊക്കെ നിഴലായി നിൽക്കുമ്പോൾ, സ്തോത്രം, കിണർ ദൈവസഭയ്ക്ക് നിഴലായി നിൽക്കുക. സഭ ചുമ്മാ ഉണ്ടാകില്ല. എവിടെയെങ്കിലും പൊട്ടിത്തെറി ഉണ്ടായാൽ ഉണ്ടാകില്ല, ഭൂമി കുലുക്കം ഉണ്ടായാൽ ഉണ്ടാകില്ല. ഏതെങ്കിലും സ്ഥലത്ത് സഭാതർക്കം ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് പിണങ്ങി പോരുന്നവരല്ല സഭ. പിന്നെയോ ഇതുപോലത്തെ ഏതെങ്കിലും ദൈവ പുരുഷന്മാർ, ദൈവ അഭിഷേകം കൊടുത്ത പ്രഭുക്കന്മാർ ആരും അറിയാതെ മുഴങ്കാലിൽ മേരുന്ന പട്ടണങ്ങളിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഉറവകളെ തുറക്കാൻ വേണ്ടി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കണ്ണുനീരോടും കൂടെ ഒരു കിണർ കുത്തുന്നത് പോലെ അടിയിൽ മറഞ്ഞു കിടക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി അഹോരാത്രം ആത്മാവിൽ പോരാടുമ്പോഴാണ് ഈ ലോകത്തിൽ, കേരളത്തിൽ, തിരുവനന്തപുരം ജില്ലയിൽ എവിടെയൊക്കെ സത്യസഭ ഉണ്ടായിട്ടുണ്ടോ അതിന്റെ പുറകിലൊക്കെ ആരൊക്കെയോ അധികാരത്തിന്റെ, ദൈവിക അധികാരത്തിന്റെ രാജദണ്ഡുകൊണ്ട് മുഴങ്കാലുമേൽ പ്രാർത്ഥിച്ച് അങ്ങനെ തെളിച്ചെടുത്തതാണ് ദൈവസഭ.
അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ആ ഭാഗം ഞാൻ പരിശുദ്ധാത്മാവിന്റെ നടലിൽ പറയാ. ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ബേരിലെത്തിയപ്പോൾ നിക്ക് ഇവിടെ കിണറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കണം. സ്വർഗത്തിലെ ദൈവം ആയിരക്കണക്കിന് ആളുകൾക്ക് സ്വന്തം കോരി കുടിക്കാൻ പാകത്തിന് ശുദ്ധജലം, ജീവജലത്തിന്റെ ഉറവ ദൈവസഭ എന്ന മനോഹരമായിരിക്കുന്ന കിണറ്, കെട്ടിയടക്കപ്പെട്ട സ്വന്തം കിണറ്, ഉത്തമഗീതത്തിൽ വായിക്കുന്നത് പോലെ അടച്ചിടപ്പെട്ട കിണറ് ആത്മമണവാട്ടിക്ക് നിഴലായി പറയപ്പെട്ടതാണ്. അത് സ്വർഗത്തിലെ ദൈവം ഈ പട്ടണത്തിൽ കണ്ടിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് രാത്രികാലം വചന വ്യാഖ്യാനത്തിലൂടെ സഭയ്ക്ക് കൈമാറുകയാണ്. അതിവിടെ പൊങ്ങി വരണം. മറഞ്ഞു കിടക്കുന്ന ദൈവസഭ പൗലോസിനോട് കൊരിന്തിലെത്തിയപ്പോൾ എൻ്റെ കർത്താവ് പറഞ്ഞു, ഈ പട്ടണത്തിൽ നിനക്കെന്നല്ല എനിക്ക് വളരെ ജനമുണ്ട് എന്നതുപോലെ പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞു, ഇവിടെ കിണറുണ്ട്. പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഈ വാക്കിനെ മുറുകെ പിടിച്ച ആയിരങ്ങൾക്ക് കോരിയാലും വറ്റാത്ത രീതിയിൽ ഉറവ തുറക്കുന്ന ഒരു സഭയാം കിണറിന് കുന്നത്തുകാലിൽ സ്വർഗത്തിലെ ദൈവം തുറക്കട്ടെ. കുത്തി തുറക്കപ്പെട്ട കിണറ്. സ്തോത്രം. അതുണ്ടെന്ന് മോശയല്ല, ഞാനതിനെ സഭയെ അല്ലല്ലോ ഇന്ന് രാത്രിയിൽ പ്രസംഗ വിഷയം, അല്ലെങ്കിൽ ഞാനത് ആ രീതി കൊണ്ടുപോയേനെ. സ്തോത്രം. മനസ്സിലായോ? ഇവിടെ ഒരു സഭയുണ്ടെന്ന് കണ്ടെത്തിയത് മോശയല്ല, കണ്ടെത്തിയത് ഈ ഇരിക്കുന്ന ഷാജി പാസ്റ്ററും അല്ല, കണ്ടെത്തിയത് സ്വർഗത്തിലെ ദൈവമാണ്. ആ ദൈവം മോശയോട് പറഞ്ഞു, മോശയെ ഏൽപ്പിച്ചു, ഇവിടെ കിണറുണ്ട്. സ്തോത്രം. എന്ന് ദൈവം പറഞ്ഞാൽ ആ കിണറിനെ പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം മോശയ്ക്കും ജനത്തിനുമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ ആ പറയുന്ന ദൂത് വിഷയം മാറ്റി ഞാൻ പറയുകയല്ല. എൻ്റെ വിഷയം ആരാധന സംബന്ധമായ കാര്യമാണ്. പക്ഷേ ഇന്ന് രാത്രി നിങ്ങൾക്കെന്തോ എത്തിപ്പിടിക്കാനുണ്ട്. സ്വർഗം പറയുന്നു, ഹല്ലേലൂയ, നിനക്ക് എത്തിയാൽ പിടിക്കാനുള്ളതേ ഉള്ളൂ ബ്രദർ. നീ നിരാശപ്പെടരുത്, നീ തളരരുത്, നീ തോക്കരുത്. നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന ഒരു കാർമേഘങ്ങളെ നീ പേടിക്കരുത്. നീ സൂര്യനാണ്. നീ ഏത് കാർമേഘങ്ങളെ ഭേദിച്ച് മോളിൽ വരണം. നീ എത്തിപ്പിടിക്കണം. സ്വർഗം പറയുന്നു, നിനക്ക് എത്തിപ്പിടിക്കാനുള്ളതേ ഉള്ളൂ. ഈ രാത്രി ആ ദൂത് ഞാൻ സഭയോട് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാ, നിന്റെ ജീവിതത്തിലെ ചില നന്മകൾ, നിന്റെ കുഞ്ഞിന്റെ അനുഗ്രഹം, നിന്റെ കുടുംബത്തിന്റെ ഉയർച്ച, നിന്റെ മക്കളുടെ വിദ്യാഭ്യാസം, നീ താടിക്ക് കൈയും കൊടുത്ത് നിരാശപ്പെട്ടിരിക്കണ്ട. നീ ആൾക്കൂട്ടത്തിനകത്ത് മനസ്താപിച്ചിരിക്കണ്ട. ആരാധിക്കുന്നവരുടെ കൂടെ ആരാധിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തെ സ്തുതിക്കുന്നവരുടെ സ്തുതിക്കാൻ തുടങ്ങിയാൽ നിനക്ക് ചിലത് എത്തിപ്പിടിക്കാം. സ്വർഗത്തിലെ ദൈവം നിന്നോട് പറയുന്നു, നിന്റെ നന്മകൾ, നിന്റെ ഭാവി, നിന്റെ ജീവിതം, നിന്നോട് ദൈവം പറഞ്ഞ അനുഗ്രഹങ്ങൾ, അത് സ്തോത്ര ഹല്ലേലൂയ, നിനക്ക് കേറാൻ പറ്റാത്തൊരു പർവ്വതമല്ല. നിന്റെ കുഞ്ഞിന്റെ സൗഖ്യം നിനക്ക് എത്തിപ്പിടിക്കാം, നിനക്ക് എത്തിപ്പിടിക്കാം. ആരോടാ ദൈവം പറയുന്നു? നിനക്ക് എത്തിപ്പിടിക്കാം. യേശുവിന്റെ നാമത്തിൽ വിവേകമുള്ള ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ അവരിന്ന് രാത്രി വചനം വെച്ച് പ്രാർത്ഥിക്കണം. നീ നിന്നോട് പറയണം, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. ഞാൻ ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്, ഞാൻ സേവിക്കുന്നത് പരിശുദ്ധനെയാണ്. സ്തോത്രം. എൻ്റെ മനസ്സറിയുന്ന, എൻ്റെ അവസ്ഥ അറിയുന്ന ദൈവത്തെയാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. വികാരങ്ങളില്ലാത്തവനല്ല,
സ്തോത്ര ഹല്ലേലൂയ. നിർമ്മലൻ, നിർദോഷൻ, നമ്മെ അറിയുന്നവൻ, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ, എൻ്റെ വേദനയും നൊമ്പരവും അറിയുന്നവൻ, എൻ്റെ കണ്ണുനീരിൻ്റെ പുറകിലെ വിവരങ്ങൾ അറിയുന്നവന്. അതുകൊണ്ട് ഞാൻ നിന്നെ നോക്കി പറയാം, ഈ ദൈവം പറയുന്നു, നിനക്കെത്തിപ്പിടിക്കാനുള്ളതേ ഉള്ളൂ. ഞാൻ നിനക്ക് കൃപ തരാം, ഞാൻ നിനക്ക് രാജദണ്ഡ് തരാം. ഹോളി സ്പിരിറ്റ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെങ്കോല് തരാം. അങ്ങനെയല്ലേ പറഞ്ഞത്? പിക്കാസും കൂന്താലിയും കൊണ്ട് കുത്തിയ കിണറെന്നല്ല പറഞ്ഞത്. അധികാരത്തിന്റെ ചെങ്കോല് തരാം. ഇന്ന് രാത്രി അഭിഷേകം ഇറങ്ങി വരട്ടെ, ഇന്ന് രാത്രി കൃപ ഇറങ്ങി വരട്ടെ. നിന്നെ ഇവിടെ ആക്കിയത് ദൈവമാണെങ്കിൽ, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ദൈവമാണെങ്കിൽ, നിനക്ക് ഞാൻ എൻ്റെ ചെങ്കോല് തരാം, രാജദണ്ഡ് തരാം. വിശ്വസിച്ചേറ്റെടുക്ക. നിനക്ക് എത്തിപ്പിടിക്കാനുള്ളതേ ഉള്ളൂ. കൃപ, 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 കൃപ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ആളുകൾ, ഈ ലോകത്തിൻ്റെ ശക്തികൾ നമ്മളെ നിരുത്സാഹപ്പെടുത്തും. എന്നോട് പലരും, ഞാൻ ഈ സ്തോത്രം ഇങ്ങനെ വേദികളിൽ ഇത്രയും വലിയ വെട്ടത്തിൻ്റെയും സ്തോത്രം ഈ ക്യാമറയുടെ ഒക്കെ മുമ്പിൽ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായുള്ളൂ. എൻ്റെ പ്രധാന പരിപാടി ആളുകളെ വീടുകളിൽ ചെന്ന് കാണുക. അവരവസരം തരുവാണെങ്കിൽ അവരുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങൾ പ്രസംഗിക്കുന്നതിനേക്കാൾ ഭയങ്കര എളുപ്പമാണ് ഫേസ് ടു ഫേസ് പറയാൻ. ഇത്രയും ഒച്ചയൊന്നും എടുക്കണ്ടല്ലോ. സ്തോത്രം. എനിക്കതാണ് കൂടുതൽ, ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തതും അത് തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെ ആളുകളുടെ അടുക്ക ചെല്ലുമ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നറിയാമോ, എൻ്റെ പാസ്റ്ററെ ഇതൊക്കെ ആർക്കെങ്കിലും അനുസരിക്കാൻ പറ്റുന്നതാണോ? പാസ്റ്റർ ഇതൊക്കെ പാലിച്ചാണോ ജീവിക്കുന്നത്? അപ്പം ആദ്യത്തെ ഒരു ചോദ്യമാണ്, പ്രാർത്ഥിച്ചാൽ മാത്രം ഈ കാര്യങ്ങൾ വല്ലതും നടക്കുമോ? സ്തോത്രം. ഇത് മനുഷ്യൻ്റെ അടിയിൽ ഉറഞ്ഞു പോയൊരു ചോദ്യമാണ്. ഞാൻ അതിനൊരു മറുപടി പറയാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചേ. സ്തോത്ര ഹല്ലേലൂയ. നിനക്കെത്തിപ്പിടിക്കാനുള്ളതേ ഉള്ളൂ. നിന്റെ വീട് ചെറുതായിരിക്കാം, നീ ജനിച്ചത് ഒരു ഇടുങ്ങിയ സാഹചര്യത്തിലായിരിക്കാം, പഠിക്കാൻ പോയ കാലത്ത് പഠിക്കാൻ പറ്റിയില്ല, ഉഴപ്പിപ്പോയതല്ല, ഗതിയില്ലാതെ പോയി. സ്തോത്രം ഹല്ലേലൂയ. എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ ബുദ്ധി ജ്ഞാനം ഒക്കെ. അതുകൊണ്ട് കുതിച്ച് കയറിപ്പോയവരുടെ കൂടെ കുതിച്ച് കയറാനൊന്നും പറ്റിയില്ല, ഒതുങ്ങിപ്പോയി. പക്ഷെ ഇന്ന് നീ ദൈവത്തെ കണ്ടെങ്കിൽ, ഇന്ന് നീ ദൈവത്തെ അറിഞ്ഞെങ്കിൽ, ഇവിടെ വെച്ച് നീ നിന്നോട് പറയണം, നിന്റെ കുഞ്ഞിനെ അടുക്ക പിടിച്ച് ചേർത്തിരുത്തിക്കൊണ്ട് പറയണം, മോനെ നമുക്കെത്തിപ്പിടിക്കാവുന്നതേ ഉള്ളൂ. അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, ഇന്ന് നമുക്കൊരു ദൈവമുണ്ട്. ഈ രാത്രി ഞാൻ ആത്മാവിൽ ഇങ്ങനെ പറയാം, നീ സത്യദൈവത്തെ ഞാൻ ഈ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം ഹല്ലേലൂയ. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ആരാന്നറിയണം. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം ആരാന്നറിയണം. ആ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാൽ നിനക്കെത്തിപ്പിടിക്കാനുള്ളതേ ഉള്ളൂ ജീവിതത്തിന്റെ പല മേഖലകളും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പോഴാണ് മനുഷ്യൻ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നത്? ജീവിക്കണ്ടെന്ന് തോന്നുന്നത് എപ്പോഴാ? എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ അല്ലേ? സ്തോത്രം. എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ. എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാലത്ത് അത്രയും പ്രൗഢമായൊന്നും പഠിക്കാൻ പറ്റിയില്ല. എനിക്കത്രയും ഓർമ്മയും ബുദ്ധിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസത്തെ ഒരു പ്രത്യേക സമയത്ത് വെച്ച് ഞാൻ തന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യേണ്ട വന്നു. എൻ്റെ അപ്പൻ എൻ്റെ പുറകെ നടന്ന് പറഞ്ഞു, സ്തോത്രം, നീ പിന്നെ നിരാശപ്പെടേണ്ട വരും. പക്ഷെ എനിക്കന്ന് തോന്നി ഒക്കത്തില്ലെന്ന് തോന്നിയപ്പോൾ എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റിയാലെന്ന് തോന്നിയപ്പോൾ ഞാൻ നിർത്തി. സ്തോത്രം. പിന്നെ എൻ്റെ ദൈവത്തെ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് പറ്റില്ല എന്ന് തോന്നിയത് പലതും എത്തിപ്പിടിക്കാൻ പറ്റും.
അതുകൊണ്ട് ഇന്ന് രാത്രി നീ എന്ത് ചെയ്താലും കടം കയറുന്നു, നീ തൊടുന്നതൊക്കെ നാശമാകുന്നു, നിന്റെ പിള്ളേര് നിനക്കെതിരാകുന്നു, സ്തോത്രം, ആകപ്പാടെ പ്രതിസന്ധിയാകുന്നു എന്ന് നിനക്ക് തോന്നുമ്പോൾ, ഇത് തന്നെ നീ മനസ്സിൽ തോന്നുമ്പോൾ, കൂടെ കൂടെ തോന്നുമ്പോൾ നിനക്ക് ജീവിക്കണ്ട, മരിച്ചാൽ മതി എന്ന് തോന്നും. അതുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്നവർ പറയാം, ഈ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ഈ ദൈവം അകത്തിരുന്നുകൊണ്ട് പറയും, നിനക്കെത്തിപ്പിടിക്കാൻ പറ്റും. ഹല്ലേലൂയ. ജീവിതം കൈവിട്ടു പോയവർ, സ്തോത്രം, ഹല്ലേലൂയ, പരാജയത്തിന്റെ പടുകുഴിയിൽ അകപ്പെട്ടു പോയവർ, രക്ഷപ്പെടത്തില്ല എന്ന് മനസ്സിൽ തോന്നുന്നവർ, അവരോട് ഇന്ന് രാത്രികാലം ഞാൻ പരിശുദ്ധാത്മ പ്രേരിതനായി പറയാം, ഈ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാൽ അവരുടെ വിശ്വാസം വർദ്ധിക്കും, അവരുടെ പ്രത്യാശ വർദ്ധിക്കും. മരിക്കണ്ട എന്നവർക്ക് ബോധ്യമാകും. കാരണം എന്താ? എനിക്ക് ചിലത് എത്തിപ്പിടിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കാൻ പറ്റണമെങ്കിൽ ഇനി നീ വയോജന വിദ്യാഭ്യാസത്തിനൊന്നും പോയില്ലെങ്കിലും ഈ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ, ഈ ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ, വേദപുസ്തകം പറയുന്ന പ്രപഞ്ച സൃഷ്ടാവായ പാപവിമോചകനായ മൂന്നാണിമേൽ ക്രൂശിൽ മരിച്ച അഖിലാണ്ട സൃഷ്ടാവായ മഹാദൈവത്തിന്റെ പുത്രനായ കർത്താവായ യേശുവിനെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ അകത്തൊരു പ്രേരണ വരും, എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, ആരാധനയ്ക്ക് നിങ്ങൾ തയ്യാറാകണം. ദൈവത്തെ ആരാധിക്കാനുള്ള യോഗ്യത അതോടെ പറയാനേ മിക്കവാറും ഇന്ന് രാത്രി സമയം കിട്ടുള്ളൂ. അതിനാണ് നമ്മൾ ആദ്യത്തെ ആരാധിക്കണം. സ്തോത്രം. ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ ഒരു പ്രചോദനം ഉണ്ടായി, എന്നാൽ പിന്നെ നാളെ മുതൽ അങ്ങ് അയക്കാന്ന് വെക്കരുത്. ഇനി ഇതോടെ കേട്ടിട്ടേ പോകാവൂ. ഏതൊക്കെയാലും ഇത്രയും നേരം ഇരിക്കുകയും നിൽക്കുകയും ചെയ്തില്ലേ, അപ്പോൾ ഏതൊക്കെയാലും ഇതോടെ കേൾക്കണം, എന്നാലേ ഇത് പൂർണ്ണമാകുള്ളൂ. ഒരു കാര്യം, അവസാനത്തെ കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായി, ഈ ദൈവത്തെ ആരാധിച്ചവരൊക്കെ എത്തിപ്പിടിച്ചിട്ടുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ, എത്തിപ്പിടിച്ചിട്ടുണ്ട്. സ്തോത്രം. ഈ ഭൂമിയിൽ ഇന്നും ജീവിച്ചിരിക്കുന്നവർ, വീട്ടുകാർ വെറുത്തവർ, സ്തോത്രം, പൃഷ്ഠ കൽപ്പിച്ചവർ, ഏതെങ്കിലും വിധത്തിൽ ഒളിപ്പോരുകൾ നടത്തി ഇല്ലാതാക്കാൻ വേണ്ടി കച്ചകെട്ടി തകർക്കാൻ നോക്കിയവർ, അവരെല്ലാം ആരാധിക്കുന്നവൻ്റെ മുമ്പിൽ ഒതുങ്ങിപ്പോയിട്ടുണ്ട്. പഴയ നിയമത്തിലെ മൊർദെഖായിയെയും എസ്തേറിനെയൊക്കെ നിങ്ങൾക്കറിയാലോ. ഹാമാൻ എന്ന് പറയുന്ന ഒരു നീചനായ മനുഷ്യൻ യഹൂദന്മാരെ മുഴുവൻ ഇല്ലാതാക്കാനും മൊർദെഖായിയെ കഴുമരത്തിൽ തൂക്കാനും വേണ്ടിയിട്ടുള്ള സകല അജണ്ടകളും തയ്യാറാക്കി. അവസാന നിമിഷത്തിൽ അവൻ്റെ അടിതെറ്റാൻ തുടങ്ങി. ആ സമയത്ത് തൻ്റെ ഭാര്യയോടും തനിക്കുള്ളവരോടും വന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി ഉണ്ട്, അവനൊരു യഹൂദനാണെങ്കിൽ നിനക്കവനെ ജയിക്കാൻ കഴിയില്ല. യഹൂദൻ എന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതിക്കുന്നവനെന്നാണ്. സ്തോത്രം. അങ്ങനെ ഒരു പേര് അപ്പൻ അമ്മ സ്തോത്ര കൊച്ചിനിട്ടെന്നുള്ളൂ, പക്ഷെ അതിൻ്റെ അർത്ഥം ഇതാണ്, സ്തുതിക്കുന്നവൻ. തത്വത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നവനെ ജയിക്കാൻ പറ്റിയല്ല. അവനെതിരെ ഏതൊക്കെ കഴിമര ഉണ്ടാക്കിയാലും, അവനെതിരെ എന്തൊക്കെ പദ്ധതികളിട്ടാലും അവൻ ആരാധിച്ച് ചിലത് എത്തിപ്പിടിക്കും. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ആ ഭാഗം വിട്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയുന്നു, ഈ ദൈവത്തെ അടുത്തറിയണം, ഈ ദൈവത്തെ സ്നേഹിക്കണം, ഈ ദൈവത്തെ വിശ്വസിക്കണം, ഈ ദൈവത്തിനായി ജീവിക്കണം, ഈ ദൈവം പറയുന്നത് അനുസരിക്കണം, ഈ ദൈവത്തിന്റെ വാക്ക് നീ കേൾക്കണം, എന്നിട്ട് ഈ ദൈവത്തെ ആരാധിക്കണം. നിന്റെ കൂടപ്പറപ്പുകളെക്കാൾ നിനക്ക് ചിലത് എത്തിപ്പിടിക്കാൻ പറ്റുമെന്ന് ഇന്ന് രാത്രി സ്വർഗം ചിലരോട് ഉറപ്പ് പറയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ആരാധിച്ചാൽ, അല്ലെങ്കിൽ എന്തിനാരാധിക്കണം, ചിലതൊക്കെ എത്തിപ്പിടിക്കാനുണ്ട്. കയ്യും കെട്ടി വിമർശിച്ച്, സ്തോത്രം, ഉടുത്തിരിക്കുന്ന ഉടുപ്പുടയാതെ, സ്തോത്രം, വലിയ VIP ചമഞ്ഞ് വന്നു പോയവരൊക്കെ വന്നതുപോലെ പോയിട്ടുള്ളൂ. തിരുസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ദാവീദിനെ പോലെ നൃത്തം ചെയ്തവർ, പെട്ടകത്തെ കണ്ടപ്പോൾ അഥവാ ദൈവ സാന്നിധ്യത്തെ കണ്ടപ്പോൾ പദവി മറന്നവർ,
അവരൊക്കെ പലതും എത്തിപ്പിടിച്ചിട്ടുണ്ട്. ശൗലവനെ കസേരെ കയറ്റത്തില്ലെന്ന് പറഞ്ഞ് 13 കൊല്ലം കുന്തം കൊണ്ട് പുറകെ നടന്നിട്ടും ദാവീദ് സിംഹാസനത്തിൽ എത്തിപ്പിടിച്ചു. ഉടരബല ശകന ഹടഗജര ശംധനാദിയാര. ഇന്ന് രാത്രി ആ ഭാഗമാണ് സ്വത്രം പരിശുദ്ധാത്മാവ് ഈ 3-ാം രാത്രി സ്വർഗം ഇവിടെ പൊതിക്കെട്ടഴിക്കുന്ന പോലെ അഴിക്കുന്നത്. ഞാൻ ആ ഭാഗത്ത് നിന്ന് തെന്നി മാറാൻ നോക്കുമ്പോഴെല്ലാം ദൈവം എൻ്റെ ഹൃദയത്തിനകത്ത് പുതിയ പുതിയ കൃപ കൊണ്ട് ചിന്ത കൊണ്ട് തരികയാ. കൊണ്ട് പറയുന്നു സ്തോത്രം ഹല്ലേലൂയ. എത്തിപ്പിടിക്കാൻ ഇന്ന് രാത്രി ദൈവം നിന്റെ മുമ്പിൽ തുറന്നു വെക്കുകയാ. സത്യ ദൈവത്തെ ആരാധിക്ക്. നഷ്ടങ്ങളെ ലാഭമാക്കാം. കൈവിട്ടു പോയ നന്മകൾ, ഇറങ്ങിപ്പോയ അനുഗ്രഹങ്ങൾ അത് തിരിച്ചു പിടിക്കാൻ വേദപുസ്തകം പറയുന്ന വഴിയാണ് രാപ്പകൽ ആരാധിക്കാൻ തുടങ്ങ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. എപ്പോഴൊക്കെ ആരാധിക്കണം നമ്മൾ പറഞ്ഞല്ലോ, രാപ്പകൽ. അതിനർത്ഥം എന്താ? ഇതുപോലത്തെ ഒരു യോഗം വെക്കുമ്പോൾ വന്ന് പാട്ടുപാടി പോകുന്നതല്ല. രാപ്പകൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ലാതെ എപ്പോഴും പാട്ടും പാടിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല. എന്നും നമ്മുടെ കർത്തൃദാസൻ ഇവിടെ വന്ന് കീബോർഡും വായിച്ച് പാട്ടുപാടുകയല്ല. നാളെ രാത്രി കൊണ്ട് യോഗം തീരും. ഇനി അടുത്ത യോഗത്തിനോ കൺവെൻഷൻ്റെ സീസൺ വരികയാണ്. സ്തോത്രം. അവിടെ പോയി പാടാന്നല്ല. രാപ്പകൽ ആരാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ് ആരാധന. സ്തോത്രം. നിങ്ങൾ അടുക്കളയിൽ നിന്നാലും ജോലി സ്ഥലത്ത് നിന്നാലും, നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്താലും, വണ്ടി ഓടിച്ചാലും, ചന്തയിൽ പോയാലും, സ്തോത്രം, നിങ്ങൾ ആൾക്കൂട്ടത്തിന് ഇടയിൽ നിന്നാലും, KSRTC വണ്ടി കയറിയാലും, സ്തോത്രം, നിങ്ങൾ കോളേജിൽ പോയാലും, നിങ്ങൾ ഹോസ്റ്റലിൽ താമസിച്ചാലും, നിങ്ങൾ വീട്ടിൽ ആരുമില്ലാതിരിക്കുമ്പോൾ മൊബൈൽ സെർച്ച് ചെയ്താലും, അവിടെയെല്ലാം നിനക്കൊരു ദൈവമുണ്ടെന്നുള്ള ഓർമ്മയിൽ ആ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറുമ്പോൾ സ്വർഗം അതിനെ ആരാധനയായി പരിഗണിക്കും. യെസ്. ഞാൻ നിങ്ങളെല്ലാവരോടും പറയാം, നീ ഒരു അസാധാരണ മനുഷ്യനാകണം. നീ ഒരു അസാധാരണ കൃപയുള്ളവനാകണം. നിനക്ക് ദൈവം താലന്തുകൾ തന്നു, മറ്റാർക്കും ഇല്ലാത്ത കഴിവുകൾ തന്നു. നിന്റെ നാവിന് ഈണം തന്നു, നിന്റെ വിരലുകൾക്ക് അഭ്യസനം തന്നു. നീ ആരും അറിയാത്തവനായി പോകരുത്. രാപ്പകൽ ആരാധിച്ചോളണം. ജീവിതം ആരാധനയായി മാറ്റണം. ജീവിതം ആരാധനയായി മാറ്റണമെന്ന് പറഞ്ഞാൽ വീടും കൂടും ഭാര്യയെല്ലാം വിട്ടിട്ട് ഏതെങ്കിലും സ്ഥലത്ത് പോയി ഒറ്റയാനായി ജീവിക്കണമെന്നൊന്നും അല്ല അതിനർത്ഥം. ഭംഗിയായിട്ട് കുടുംബത്തെ നോക്കണം, മാന്യമായി മക്കളെ വളർത്തണം, സമൂഹത്തിൽ എല്ലാ കാര്യത്തിലും ഇടപെടണം, അപ്പനെ അമ്മയും വീട്ടുകാരെ എല്ലാവരെയും സ്തോത്രം കരുതണം. ഇവരീ ആരിൽ നിന്നും അകലാൻ ഉപദേശിക്കുന്നൊരു പുസ്തകമല്ല ബൈബിൾ. ആരാധനയ്ക്ക് ഇതൊന്നും തടസ്സമല്ല. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഇവരുടെയൊക്കെ ഇടയിൽ ജീവിക്കുമ്പോൾ ദൈവത്തെ മറക്കരുത്. പ്രയോറിറ്റി ദൈവത്തിനായിരിക്കണം. എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യില്ല. സ്തോത്രം. യോസേഫ് പൊത്തിഫേറിന്റെ വീട്ടിൽ വെച്ച് പറഞ്ഞതുപോലെ, സ്തോത്രം, ഇവിടെ എനിക്ക് ആരെയും ബോധിപ്പിക്കാനില്ല, ആരും കാണാനില്ല. നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഞാൻ ഈ പാപം ചെയ്ത എൻ്റെ ദൈവത്തെ ഒരിക്കൽ പോലും വെറുപ്പിക്കില്ല എന്ന മനോഭാവം നിന്റെ ജീവിതത്തിൽ സാത്താൻ കൊണ്ടുവരുന്ന സാധ്യതകളിലും നീ ഉപയോഗിക്കുന്ന എല്ലാ ഡിവൈസുകളും എന്തായാലും അതിനകത്തെല്ലാം നിനക്കൊരാരാധനയുണ്ടെങ്കിൽ ഇന്ന് രാത്രി 21 രാത്രി സ്വർഗം നിങ്ങളെ നോക്കി പറയുന്നു, നീ ചിലത് എത്തിപ്പിടിക്കാൻ തുടങ്ങും. ഈ 2024 മുതൽ നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ എത്തിപ്പിടിക്കാൻ സ്വർഗം ഒരുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടത്തെ സഭ ക്രമീകരിച്ച ബ്രേക്ക് ത്രൂ എന്ന പേരിൽ ക്രമീകരിച്ച ഈ അനുഗ്രഹീത മീറ്റിംഗ്. ചിലർക്ക് ചിലത് എത്തിപ്പിടിക്കാൻ സ്വർഗം ഒരുക്കുന്ന ഓപ്പണിംഗ് ആണ്.
യേശുവിന്റെ നാമത്തിൽ സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, എത്ര പേർ തീരുമാനിക്കും എൻ്റെ ജീവിതം കൊണ്ട് ആരാധിക്കാം ഈ ദൈവത്തെ? സ്തോത്രം, ഹല്ലേലൂയ. നീ 15 രൂപ കൊണ്ട് ആരാധിക്കാൻ നോക്കരുത്. സ്തോത്രം, ഒരു തമ്പേറും കിലുക്കനും വാങ്ങിച്ച് ആരാധിച്ചാൽ സ്തോത്രം ദൈവം തൃപ്തനാകില്ല. നിന്നോടത്തോളം തൂക്കമുള്ള ഒരു സ്വർണ്ണക്കട്ടി കൊണ്ടല്ല ആരാധിക്കേണ്ടത്. നിന്നിടത്തോളം പൊക്കമുള്ള സ്തോത്രം, ഹല്ലേലൂയ, ഒരു വലിയ കവരവിളക്ക് കൊടുത്തല്ല ആരാധിക്കേണ്ടത്. നിന്നെ പോലെ സ്തോത്രം, ഹല്ലേലൂയ, ഏതെങ്കിലും ഒന്ന് കൊടുത്തല്ല ആരാധിക്കേണ്ടത്. നിന്റെ മുറ്റത്ത് നട്ടു വളർത്തിയ പൂവോ ചെടിയോ കായോ ഫലം കൊടുത്തല്ല ആരാധിക്കേണ്ടത്. പിന്നെയോ നിന്റെ ജീവിതം കൊണ്ട് ആരാധിക്കാൻ, അതിന്റെ പേരാ രാപ്പകൽ ആരാധന. രാപ്പകൽ ആരാധനക്കാർ ഈ അനുഗ്രഹീത സഭയിൽ എഴുന്നേക്കട്ടെ, എഴുന്നേക്കട്ടെ. ആഴ്ചയിൽ ഒരിക്കലും സീസണിലും ആരാധിക്കുന്നവർ ഇന്ന് രാത്രി മാറി നിൽക്കട്ടെ. അതിന് പകരം രാപ്പകൽ ആരാധനക്കാരെ കൊണ്ട് കുന്നത്തുകാൽ ദൈവം നിറക്കട്ടെ. സ്വർഗം അത് ചെയ്യട്ടെ. നിന്റെ വീട്ടിൽ രാപ്പകൽ ആരാധിക്കുന്നവർ ഉണ്ടാകട്ടെ. അങ്ങനെ ആരാധിക്കുന്ന കുടുംബങ്ങൾ ചിലത് എത്തിപ്പിടിക്കും. രോഗസൗഖ്യം നീ എത്തിപ്പിടിക്കും. യേശുവിന്റെ നാമത്തിൽ നിന്റെ വാഗ്ദത്തങ്ങൾ നീ എത്തിപ്പിടിക്കും. യേശുവേ, ഹല്ലേലൂയ. ഇന്ന് നീ വാടക വീട്ടിലായിരിക്കും, ആരും സഹായിക്കാനില്ല. പക്ഷെ നീ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ നന്മ നീ എത്തിപ്പിടിക്കും. Holy Spirit. Hallelujah. Praise the Lord. Hallelujah. സ്തോത്രം ചെയ്യും. സ്തോത്രം. അടുത്തത്, എങ്ങനെയെങ്കിലും ജീവിക്കരുത്. എങ്ങനെ ആരാധിക്കണമെന്നുള്ളതിന് ഇപ്പം പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഇങ്ങനെ പറയാം, എങ്ങനെ ജീവിക്കണം. കാരണം യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവൻ്റെ ജീവിതമാണ് ആരാധന. എങ്ങനെ നടന്നിട്ട് 6 മാസം കൂടുമ്പോൾ ഒരു കെട്ട് നോട്ട് കൊണ്ടു കൊടുത്താൽ അത് 2 കൈ നീട്ടി സ്വീകരിച്ചിട്ട് കണ്ണടച്ച് പറഞ്ഞു വിടുന്നവനല്ല ഞാൻ ഈ പ്രസംഗിക്കുന്ന ദൈവം. സ്തോത്രം, മനസ്സിലായോ? ഒന്നും കൊടുക്കാനില്ലെങ്കിലും എൻ്റെ ജീവിതമാണ് ആരാധന. എനിക്ക് അങ്ങയോട് സ്നേഹമാണ്. അങ്ങയെ വേദനിപ്പിക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല. ഒരു വാക്കെൻ്റെ നാവിൽ വരില്ല എന്ന് പറയുമ്പോൾ ജീവിതം ആരാധനയായി. ആ ജീവിതം എങ്ങനായിരിക്കണം? ശ്രദ്ധയോടായിരിക്കണം. ശ്രദ്ധയോടായിരിക്കണം. ചില കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യണമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. ദൈവത്തെ ശ്രദ്ധയോടെ ആരാധിക്കണം. എബ്രായ ലേഖനത്തിൻ്റെ വാക്യം നിങ്ങൾ വായിക്കുന്നില്ലേ? നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. ചുമ്മാ സ്തോത്രം വഴിയെ പോകുമ്പോൾ ഓട്ടത്തിനിടയിൽ നോക്കിയവരാരും യേശുവിനെ ദൈവമായി കണ്ടില്ല. പക്ഷെ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയവർക്ക് മനസ്സിലായി, ഇവനൊരു മനുഷ്യനല്ല, ഇവനൊരു പ്രവാചകനല്ല, ഇവനൊരു ജനനായകനല്ല, ഇവനൊരു സാമൂഹ്യ പരിഷ്കർത്താവല്ല, ഇവൻ സാക്ഷാൽ ദൈവമാണ്. ശ്രദ്ധിച്ചു നോക്കിയവർക്ക് മനസ്സിലാകും ഇവൻ ദൈവമാണ്. സ്തോത്രം. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ അവനെ പിരിയാൻ പറ്റിയല്ല. സ്തോത്രം. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആരാധിക്കണം എന്നൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ടല്ലോ. ആ ചോദ്യം പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ 12 ഗോത്രങ്ങൾ ആരാധിക്കുന്ന. 12 ഗോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? യാക്കോബിന് ജനിച്ച 12 മക്കൾ, അങ്ങനെ ചുരുക്കി പറയാം. അവരെയാണ് 12 ഗോത്രങ്ങൾ എന്ന് വിളിച്ചത്. മിസ്രയീമിൽ ഇവരെല്ലാവരും ഉണ്ടായിരുന്നല്ലോ. മിസ്രയീമിൽ 400 ചില്ലാൻ വർഷം കിടക്കുമ്പോൾ ഇവരാരും ഗോത്രങ്ങളായി തിരിഞ്ഞിട്ടില്ല. അവരെ ഗോത്രങ്ങളെന്ന് അവിടെ വെച്ച് വിളിച്ചിട്ടില്ല. പിന്നെ എപ്പോഴാണ് ഇവർ ഗോത്രങ്ങളായേ? സ്തോത്രം. പെസഹ കുഞ്ഞാടിൻ്റെ ചോരത്തളി ആചരിച്ച് കയ്പ് ചീരിയോടുകൂടി പെസഹ ഭക്ഷിച്ച് ദൈവം പറഞ്ഞതനുസരിച്ച് മോശ എന്ന വിമോചകൻ ചെന്ന് പറഞ്ഞപ്പോൾ
ആ സത്യവചനം കേട്ടിട്ട് ദൈവത്തെ വിശ്വസിച്ച് മിസ്രയീം വിടാൻ തീരുമാനിക്കുകയും, സ്തോത്രം, ഏതെങ്കിലും കുറുക്കു വഴിയിലൂടെ കനാനിൽ പോകാനല്ല, ചെങ്കടൽ കയറി മരുഭൂമി താണ്ടി കനാനിലേക്ക് പോകാൻ വേണ്ടി ചെങ്കടൽ കയറി മരുഭൂമിയിലെത്തിയപ്പോഴാണ് ഇവർ 12 ഗോത്രങ്ങളായി തെളിയുന്നത്. അപ്പൊ യാക്കോബിന് മക്കൾ ജനിച്ചു, അബ്രഹാമിന്റെ കൊച്ചുമക്കൾ. സ്തോത്രം. അവർ യോസേപ്പിന്റെ നേതൃത്വത്തിൽ മിസ്രയീമിലേക്ക് പോയി. 600,000 കൂട്ടമായി മാറി. അവിടെ വെച്ചവരെ ഗോത്രങ്ങളായിട്ട് എണ്ണിയില്ല, അടിമകളായിരുന്നു. എന്നാൽ വീണ്ടെടുപ്പ് ലഭിച്ച് പെസഹ ഭക്ഷിച്ച് കുഞ്ഞാടിന്റെ ചോരയാൽ തളിക്കൽപ്പെട്ട് സ്നാനത്തിന് നിഴലായ ചെങ്കടൽ കയറിയപ്പോൾ സ്വർഗം അവർക്ക് ഓരോ ഗോത്രങ്ങളായി വേർതിരിച്ചു. സമാഗമന കൂടാരത്തിന്റെ ഇന്ന സ്ഥാനങ്ങളിൽ സ്ഥാനം പിടിക്കണമെന്ന് കൊടിയടയാളത്തോടെ ദൈവം വേർതിരിച്ചു. സ്തോത്രം. ചേട്ടനും അനിയനും കൂടി പിണങ്ങി വീട്ടുപേര് മാറ്റി തീർത്തതല്ല ഗോത്രം, സ്വർഗം വേർതിരിച്ചതാണ്. ഹല്ലേലൂയ. അപ്പൊ 12 ഗോത്രങ്ങൾ എന്ന് പറയുമ്പോൾ ചുമ്മാ ഉണ്ടായ 12 പിള്ളേരല്ല, അവരുടെ സന്തതി പരമ്പരകളല്ല, രത്നച്ചുരുക്കം വീണ്ടെടുപ്പ് കിട്ടിയവരാണ് ഗോത്രങ്ങൾ. ഹല്ലേലൂയ. പെസഹ കുഞ്ഞാടിന്റെ ചോരയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ഗോത്രങ്ങൾ. മിസ്രയീം വിട്ടവരാണ് ഗോത്രങ്ങൾ. അടിമനുഖം തകർത്തവരാണ് ഗോത്രങ്ങൾ. യഹോവയാം ദൈവം ആരെന്നറിഞ്ഞവരാണ് ഗോത്രങ്ങൾ. ചെങ്കടൽ കയറിയവരാണ് ഗോത്രങ്ങൾ. മേഘത്തിന്റെ കീഴെ വന്നവരാണ് ഗോത്രങ്ങൾ. മന്ന ഭക്ഷിച്ചവരാണ് ഗോത്രങ്ങൾ. തീക്കൽ പാറയിലെ വെള്ളം കുടിച്ചവരാണ് ഗോത്രങ്ങൾ. അവരാരാധിക്കുന്ന ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലായോ? ആ ഒരു ഭാഗം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു രാത്രിയെങ്കിലും പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങളെ കൊതി പിടിപ്പിച്ചിട്ട് പോകാം, വചനം ഇഷ്ടമുള്ളവർക്ക് അത്രേ പറ്റുള്ളൂ. സ്തോത്രം. അത് 12 ഗോത്രം എന്ന് പറഞ്ഞത് പിന്നെ യഹൂദന്മാരെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞ് നിർത്താം. സ്തോത്രം. ഈ 12 ഗോത്രങ്ങൾ വേറെ ആരെ ആരാധിക്കുകയില്ല. സ്തോത്രം. അവർ ഈ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ. അതുകൊണ്ട് പൗലോസ് കോടതിക്കകത്ത് വെച്ച് തൻ്റെ ഇടമായി പറഞ്ഞത്, സ്തോത്രം, എല്ലാവരും ആരാധിക്കുന്ന ദൈവത്തെ അല്ല ഞാൻ ആരാധിക്കുന്നത്, 12 ഗോത്രങ്ങൾ ആരാധിക്കുന്ന, അഥവാ വീണ്ടെടുപ്പ് ലഭിച്ച് വിലയ്ക്ക് വാങ്ങപ്പെട്ട് ചെങ്കടൽ കയറി ദൈവത്തിൻ്റെ പരിപാവനമായിരിക്കുന്ന നടത്തിപ്പിൽ വിശ്വസിക്കുന്നവരാരാധിക്കുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അവനാണ് മിസ്രയീമിൽ നിന്ന് ഇസ്രായേലിനെ വീണ്ടെടുത്തവൻ, കനാൻ ദേശം ഒരുക്കിയവൻ. ആ ദൈവത്തെ ആരാധിക്കുന്നവനാണ് ഞാൻ. അപ്പം ആരാധിക്കണം എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ വീണ്ടെടുപ്പ് കിട്ടിയവർ ആരാധിക്കണം. അവർക്കെന്താ പ്രശ്നം? അവർക്കെല്ലാവരെയും ആരാധിക്കാൻ പറ്റിയല്ല, എല്ലാവരെയും ദൈവമായിട്ട് വിളിക്കാനും പറ്റിയല്ല. അവർക്കൊരു ദൈവമേ ഉള്ളൂ. അവരുടെ വ്യത്യസ്തതയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് നിർത്തട്ടെ. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം ഇതാണ്. ഇങ്ങനെ ആരാധിക്കുന്നവൻ ചിലതെല്ലാം എത്തിപ്പിടിക്കും. സ്തോത്രം. ഇന്ന് രാത്രികാലം വീണ്ടെടുപ്പിൻ പദ്ധതി ദൈവം നിർത്തിയിട്ടില്ല. കർത്താവിൻ്റെ പുണ്യാഹ രക്തം, അന്ന് 4 കാലെ ചാടി നടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയുടെ രക്തം കൊണ്ടാണ് വീണ്ടെടുത്തതെങ്കിൽ, ഇന്ന് നിർദോഷവും നിഷ്കളങ്കനുമായ ദൈവ കുഞ്ഞാടാം ക്രിസ്തുവേശുവിൻ്റെ പുണ്യാഹ രക്തം ഈ പട്ടണത്തിൽ ആരെങ്കിലും ഈ ദൈവത്തെ ആരാധിക്കാൻ ഒരു പാട്ടുപുസ്തകം പോരാ, പാടാനുള്ള കൃപയും പോരാ, വീണ്ടെടുപ്പ് ലഭിക്കണം. അല്ലാത്തവർക്ക് വരാം, കൂടെ പാടാം, സ്തോത്രം, കൈകൊട്ടാം. താളത്തിന് വേണമെങ്കിൽ പബ്ലിക് സ്റ്റേഡിയത്തിൽ 1000 ഒരുമിച്ച് കൂടുമ്പോൾ മെഗാ സിസ്റ്റത്തിൽ പാട്ടുപാടി ആരാധിക്കുന്ന സമയത്ത് കൂടെ നൃത്തം ചെയ്യാം. പക്ഷെ ഓർത്തോളണം, ചിലത് എത്തിപ്പിടിക്കണമെങ്കിൽ വീണ്ടെടുപ്പ് ലഭിച്ചിട്ട് ആരാധിക്കണം. സ്തോത്രം. ചെങ്കടൽ കയറിയിട്ട് ആരാധിക്കണം.
അങ്ങനെ ആരാധിച്ചവർ ഇവിടെ ചിലത് എത്തിപ്പിടിച്ചിട്ടുണ്ട്. ഈ മണ്ണിലെ ഏതെങ്കിലും വസ്തു മാത്രമല്ല, നിത്യത മനുഷ്യന് കൈവിട്ടു പോയതാണ്. പാപം നിമിത്തം സ്വത്രം മനുഷ്യന് നഷ്ടപ്പെട്ട ഏറ്റവും വലിയ നഷ്ടം ദൈവത്തോടുള്ള സമ്പർക്കവും അവൻ്റെ നിത്യപരദീസയുമായിരുന്നു. എന്നാൽ വീണ്ടെടുപ്പ് ലഭിച്ച് വിശുദ്ധ ഗണത്തിൽ ആരാധിക്കുന്നവൻ എത്തിപ്പിടിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സൗധം ഇവിടെ ഒരു മണിമാളികയല്ല. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരം, അത് സ്തോത്രം ഉദാസീനതയോടെ നടക്കുന്നവന് കിട്ടില്ല. അത് ആരാധിച്ചെത്തിപ്പിടിക്കണം, ജീവിച്ചു നേടണം. അതിനിന്ന് രാത്രികാലം എന്നെ കേട്ട് ആരൊക്കെ തയ്യാറാകുന്നു അവരോട് പറയാം, ഇവിടം കൊണ്ട് തീർക്കരുത്. നിത്യത വരെയും നീ എത്തിപ്പിടിക്കണം, നീ അവിടെ കാണണം. അതോടെ എത്തിപ്പിടിച്ചിട്ട് ആരാധന തീർക്കാവൂ. ഹല്ലേലൂയ. ഞാൻ അവസാനിപ്പിക്കുക. നിങ്ങളെ ഓരോരുത്തരെയും അടുക്ക വിളിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ ഈ രാത്രി സമയമെടുത്താൽ അത് ഒരുപാട് അതിക്രമിക്കുമെന്നറിയാം. നാളെ ഞായറാഴ്ചയാണ്. സ്തോത്രം, എനിക്ക് വളരെ ദൂരം യാത്ര ചെയ്യണം. എനിക്ക് അതിരാവിലെ പൗരുഷൻ TV-യിൽ സ്തോത്രം ചെല്ലണം. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഓരോരുത്തരെ പ്രാർത്ഥിക്കാനുള്ള സമയമെടുക്കാൻ ഇന്ന് രാത്രി കഴിയുകയില്ല. മറ്റേതെങ്കിലും സന്ദർഭത്തിൽ പകലോ ഒക്കെ മീറ്റിങ്ങിനൊക്കെ ദൈവം അവസരം തരുവാണെങ്കിൽ അന്ന് ഞാൻ നിങ്ങൾ എത്ര മണിക്കൂർ നിന്നും പ്രാർത്ഥിക്കാം. പക്ഷെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പൊതുവിലൊരു വാക്കിൽ പ്രാർത്ഥിക്കാം. എത്ര പേർ മനസ്സിൽ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ തോറ്റവനായിരുന്നു, എന്നെക്കൊണ്ട് പലതും കണ്ട് ഞാൻ നെടുവീർപ്പിട്ടിട്ടുണ്ട്. സ്തോത്രം, ഓൺലൈനുള്ളതിൻ്റെ പേരിൽ എല്ലാവരും കേൾക്കുമെന്നറിയില്ല. എൻ്റെ കസിൻ ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ അന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുകയും അവാർഡുകൾ വാങ്ങിക്കുകയൊക്കെ ചെയ്തപ്പോൾ, സ്തോത്രം, മലയാളാക്ഷരം പോയിട്ട് 5ൻ്റെ പെരുക്കപ്പട്ടിക പോലും മനപ്പാഠം പഠിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ എൻ്റെ ബുദ്ധിക്ക് കഴിവില്ലാത്തത് കൊണ്ട് നിസ്സഹായനായി നിരാശ കൊണ്ട് നാണം കെട്ട് ഞാൻ അകത്തേക്ക് വലിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് രാത്രി പറയാം, ദൈവത്തെ കിട്ടിയപ്പോൾ എൻ്റെ മനസ്സ് പറയാൻ തുടങ്ങി, നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ എത്തിപ്പിടിക്കാം. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേട്ട എൻ്റെ പ്രായക്കാരോ എൻ്റെ കൊച്ചനിയന്മാരോ എൻ്റെ പൊന്നമ്മമാരോ നിങ്ങൾ ആരാണെങ്കിലും, ഒരു പക്ഷേ താഴെ നിങ്ങൾക്ക് എന്നെയോ എനിക്ക് നിങ്ങളെയോ കാണാൻ കഴിയില്ല. ഈ ശബ്ദം നിങ്ങൾ കുറേ നേരമായി കേട്ട് ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ശ്രദ്ധിച്ചെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തൻ നിങ്ങളെ കാണും. നിങ്ങളൊറ്റ കാര്യം ദൈവമിൽ പറയണം, കർത്താവേ, അങ്ങയുടെ രക്തം കൊണ്ട് എന്നെ കൂടി വീണ്ടെടുക്കണം. എൻ്റെ ജീവിതം ഞാൻ നിനക്ക് സമർപ്പിക്കാം. ഞാൻ എന്ത് ചെയ്താലും പരാജയമാണ്, എൻ്റെ കൈ തൊടുന്നതൊക്കെ നഷ്ടമാണ്. എന്നാൽ എത്തിപ്പിടിക്കാൻ പറ്റുമെന്ന ഒറ്റ വാക്ക് എന്നെ ഇന്ന് രാത്രികാലം വല്ലാതെ ബലപ്പെടുത്തുന്നുണ്ട്. എന്നെ കൂടി സഹായിക്കണമെന്ന് ഞാൻ ഇന്ന് രാത്രി പ്രസംഗിച്ച സാക്ഷാൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ഈ ദൈവം നിങ്ങളുടെ വീട്ടിൽ മരുന്നില്ലാതെ ചില സൗഖ്യങ്ങൾ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റും. ബലഹീനതകൾ മാറ്റാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ നോക്കി നെടുവീർപ്പിടുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് വീട്ടിൽ ചെന്ന് കൈവച്ചിട്ട് പറയണം, ഞാൻ നിന്റെ സൗഖ്യം എത്തിപ്പിടിക്കും. ഞാൻ ജീവിച്ച് ജയിച്ചോളാം, ആരാധിച്ച് ജയിച്ചോളാം. അങ്ങനെ ദൈവത്തോട് പറയാമെങ്കിൽ പരിശുദ്ധാത്മാവ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ദൈവാത്മാവ് ഈ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ട നിങ്ങളുടെ കൂടെ വരും.